അതെ സർ. ഇതിനെപ്പറ്റി ഒന്നും ഈ നിമിഷം വരെ അനുവേട്ടൻ അറിഞ്ഞിട്ടില്ല. അവളുടെ ആ വെളിപ്പെടുത്തലിൽ അവൻ നടുങ്ങിപ്പോയിരുന്നു. ഒരു രീതിയിലും തൻ്റെ പേര് എവിടെയും വരാതിരിക്കാൻ ശ്രദ്ധിച്ചാണ് അവൾ ഓരോ വാക്കുകളും പറയുന്നത്. അവൻ്റെ കണ്ണിൽ നിന്നും എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുനീർ ധാരയായി ഒഴുകി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നിറഞ്ഞ ഒരു ജോഡി കണ്ണുനീർ അവൻ കണ്ടിരുന്നു. പക്ഷെ മനഃപൂർവ്വം അവൾ അവൻ്റെ മിഴികളെ അവഗണിച്ചു. എന്നാൽ ഇത്രയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് നിർത്താൻ അവനിലെ പ്രണയിക്ക് സാധിക്കുമായിരുന്നില്ല. അവൻ കിതച്ചകത്തേക്ക് കയറി. ഒരു നിമിഷം പോലീസുകാരുടെ എല്ലാം ശ്രദ്ധ അവനിലേക്കായി. നിങ്ങളാരാ? ആരാ ഇയാളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ദേഷ്യത്തോടെ അരികിൽ നിന്ന പോലീസുകാരനോട് എസ് ഐ ചോദിച്ചു. ഞാൻ അനന്തു. ഒരു വിധത്തിൽ വിക്കി അവൻ മറുപടി പറഞ്ഞു. ഓ, ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ? അതെ. ഇവിടെ എന്താ നടന്നതെന്ന് താൻ അറിഞ്ഞു? മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കിയവൻ. എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. അറിഞ്ഞോന്ന് ഒരിക്കൽ കൂടി എസ് ഐ ചോദിച്ചു. യാന്ത്രികമായി അവൻ തലയാട്ടി. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഒരു ശാസന സ്വരത്തോടെയായിരുന്നു എസ് ഐ അത് ചോദിച്ചിരുന്നത്. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാ. എന്തിനാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് താൻ പറഞ്ഞതൊന്നും മാറ്റി പറയരുതെന്നൊരു അഭ്യർത്ഥന ആ മുഖഭാവത്തിൽ നിറഞ്ഞു നിന്നത് കണ്ടു. ആ കണ്ണുകൾ അവനോട് കേഴുന്നത് പോലെ. കുറച്ച് പണം വാങ്ങാൻ. അവളിൽ നിന്നും ദൃഷ്ടി മാറ്റിയാണ് അവനത് പറഞ്ഞത്. മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്നറിയാമായിരുന്നു. പക്ഷേ താനത് മാറ്റി പറഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം തനിക്ക് അവൾക്ക് നൽകാൻ സാധിക്കില്ലെന്ന് അവന് തോന്നിയിരുന്നു. അത്രയെങ്കിലും അവൾക്ക് വേണ്ടി താൻ ചെയ്യണ്ടേ? നീയും ഇവളും തമ്മിൽ സ്നേഹത്തിലായിരുന്നോ? അതെ സർ. നീ വിളിച്ചിട്ടാണോ അവൾ വന്നത്? അതെ സർ. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? ഇവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. ഇവളെ കൊണ്ട് എവിടേക്കെങ്കിലും പോകാനാണ് തീരുമാനിച്ചത്. എവിടേക്ക് പോകാൻ? പാലക്കാട്. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. പാലക്കാട് എവിടെ? ഒറ്റപ്പാലം. അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ വിളിച്ചു ചോദിക്കണം. സത്യമാണോ എന്ന് അറിയണമല്ലോ, എസ് ഐ നിർദ്ദേശിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് കരുതിയത്. അതിനുശേഷം എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഓർത്തു. തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ. എന്നിട്ട് ഡിഗ്രിയും പി ജിയും പാസ്സായതാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ഡിപ്ലോമയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് ഓർത്തു. എന്ത് വിശ്വസിച്ചാണ് ഇവളെ ഇവിടെ ഒറ്റയ്ക്കാക്കി നീ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയത്? അത് പിന്നെ എങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. നീ എന്താ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇത്ര സമയം വൈകിയത്? അവൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അവൻ വേറൊരാളെ വിളിച്ച് ചോദിച്ച് വാങ്ങിത്തരാൻ വേണ്ടി നിന്നതാ. വെളുപ്പിനെ സമയം ആയതുകൊണ്ട് വിളിച്ച ആരും ഫോൺ എടുത്തില്ല. അവസാനം ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അവൾ പറയുന്നത് നിന്റെ അപ്പം പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാശിക്ക് അവൾ ഇയാളെ കാച്ചിയെന്നാണ്. ഇവള് അയാളെ അങ്ങ് കൊന്നു. ഇപ്പോൾ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നിന്റെ അച്ഛനാണ് മരിച്ചത്. അയാൾ എൻ്റെ അച്ഛനല്ല സർ. പിന്നെ രണ്ടാനച്ഛനാണ്. അങ്ങനെ വരട്ടെ, വെറുതെ അല്ല. നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? അതോ നിങ്ങൾ രണ്ടും കൂടി അയാളെ കാച്ചിട്ട് പോയതാണോ? ഒരു നിമിഷം അവനൊന്ന് പതറി. ആ ചോദ്യം ഒരു നിമിഷം അവനെ ഒന്ന് ഉലച്ചു കളഞ്ഞിരുന്നു. കുറ്റബോധത്തോടെ അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. മാറ്റി പറയരുതെന്ന് ആ മിഴികൾ വീണ്ടും അവനോട് കെഞ്ചി. ഞാൻ അറിഞ്ഞില്ല സർ. അത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഉതിർന്നു വീണിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വന്നതും എസ് ഐയും കണ്ടിരുന്നു. തുടർന്ന് അവനോടൊന്നും ചോദിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. വീട് സീല് വെച്ച് ബോഡിയും പ്രതിയുമായി പോലീസ് പോകാൻ തയ്യാറായി. കൊണ്ടുപോകാണോ സർ? അവൻ എസ് ഐയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു. കണ്ണുനീരോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിലും അവളിൽ നിന്നും ഒരു നോട്ടം ലഭിച്ചില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് പോലീസ് ജീപ്പിലേക്ക് അവളെ കയറ്റിയ നിമിഷം നാട്ടുകാരുടെ അടക്കം പറച്ചിലുകൾ നന്നായി തന്നെ കേൾക്കാമായിരുന്നു. പോലീസ് വീട് സീല് വെക്കുമ്പോൾ സർവം തകർന്നവനെ പോലെ അവൻ ആ വീടിന്റെ മുൻപിൽ ഇരുന്നു. പതിയെ പതിയെ കാഴ്ച കാണാൻ വന്നവരെല്ലാം പിരിഞ്ഞുപോയി തുടങ്ങി. അരികിൽ വന്ന് ആശ്വസിപ്പിച്ച് കിരണും അവനൊപ്പം ഇരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ അവൻ ഉറക്ക കരഞ്ഞു. അവനിലെ ആ മാറ്റം കിരണിനെ പോലും ഭയപ്പെടുത്തിയിരുന്നു. ഇത്രയും കാലങ്ങൾക്കിപ്പുറം ആദ്യമായാണ് ഇങ്ങനെയൊരു മാറ്റം അവനിൽ കാണുന്നത്. നന്ദു, എന്താടാ ഇത്? ഞാൻ പിന്നെ എന്താടാ ചെയ്യുക? എന്നെ ജീവന് തുല്യം സ്നേഹിച്ചൊരു പെണ്ണാണ് ഇപ്പൊ പോയത്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഞാൻ കള്ളം പറഞ്ഞില്ലേ? ഞാൻ ചെയ്ത തെറ്റാണ് അവൾ ഏറ്റെടുത്തത്. എനിക്കൊരു മനസമാധാനം ഇല്ലടാ. നീ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പം തന്നെ പോവാം. എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. ഒരു വക്കീലിനെ കൂടെ കൂട്ടാം. നിനക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണോ?
എങ്കിലും എനിക്ക് അവളെ ഒന്നുകൂടി കാണുകയെങ്കിലും ചെയ്യാം. കാലത്തെ അടുക്കളയിലേക്ക് ദിവ്യ കാണാതായപ്പോഴാണ് മുറിയുടെ അരികിൽ വന്ന് സുഭദ്ര നോക്കിയത്. മുറി അടഞ്ഞു കിടക്കുകയാണ്. അവിടെ കുറച്ചു സമയം നിന്നതിനു ശേഷം വീണ്ടും അടുക്കളയിലേക്ക് അവർ പിൻവാങ്ങി. ആ സമയത്താണ് പത്രവുമായി വരുന്ന ആൾ ഓടിക്കിതച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വന്നത്. ഉമ്മറത്തിണ്ടയിൽ തന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് വിശ്വൻ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ വരവ് കണ്ട് വിശ്വനും ഒന്ന് ശങ്കിച്ചു. ചേട്ടാ, നിങ്ങളുടെ മോൾ ഒരാളെ കൊന്നു എന്ന് പറയുന്നു, ശരിയാണോ? അയാളുടെ ചോദ്യം കേട്ട് വിശ്വൻ ഞെട്ടിപ്പോയിരുന്നു. അയാൾ അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അകത്തു നിന്നും ഇത് കേട്ടുകൊണ്ടാണ് സുഭദ്രയും ഇറങ്ങി വന്നത്. മനസ്സിലാവാതെ വിശ്വൻ അവരുടെ മുഖത്തേക്ക് നോക്കി. മറുപടി പറയാതെ അവർ ആദ്യം അകത്തേക്കാണ് ഓടിയത്. അവളുടെ മുറിയുടെ വാതിലൊന്ന് തട്ടിയപ്പോൾ തന്നെ തുറന്നു വന്നതും മുറിയിൽ അവൾ ഇല്ല എന്നുള്ളതും ഒരു നിമിഷം അവരെയും ഞെട്ടിച്ച് കളഞ്ഞിരുന്നു. വേവലാതിയോടെ അവർ പെട്ടെന്ന് തിണ്ണയിലേക്ക് ഓടി വന്നു. അവളെ മുറി കാണുന്നില്ല വിശ്വേട്ട. ശബ്ദം പോലും പുറത്തെടുക്കാനുള്ള കഴിവ് ആ നിമിഷം സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഞെട്ടലോടെ വിശ്വൻ അവരുടെ മുഖത്തേക്ക് നോക്കി. പിന്നീട് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്താൻ അകത്തേക്ക് കയറി. മുറിയിൽ അവൾ ഇല്ലെന്നറിഞ്ഞതോടെ അയാൾ അപകടം മണത്തു. കാറ്റുപോലെ അയാൾ ഉമ്മറത്തേക്ക് വന്നു. മധുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, തന്നോട് ആരാ പറഞ്ഞത്? കവലയിലൊക്കെ എല്ലാവരും അറിഞ്ഞു. ആ അമ്പിളിയുടെ ഭർത്താവിനെയാണ് കൊന്നതെന്നാണ് പറയുന്നത്, ലോറിക്കാരൻ ലാഘവനെ. പോലീസ് വന്ന് അയാളുടെ ശവമൊക്കെ എടുത്തുകൊണ്ട് പോയി. അയാളുടെ മോനും നിങ്ങളുടെ മോളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? അവന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് അവിടെ ചെന്നപ്പോ കൊച്ചിനെ അയാൾ എന്തോ ചെയ്യാൻ ശ്രമിച്ചപ്പോ കൊച്ചു വെട്ടിയെന്നോ ഒക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ല. ഇത് സത്യമാണോന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയാളുടെ വാക്കുകളിൽ വിശ്വൻ സർവം തകർന്നു പോയിരുന്നു. സുഭദ്ര അലറി കരഞ്ഞു തുടങ്ങി. പറഞ്ഞതല്ലേ ഞാൻ നന്നായിട്ട് അവളെ നോക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ഭാര്യയോട് തട്ടിക്കേറി. ഞാൻ കരുതിയില്ല അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന്. നിസ്സഹായതയോടെ അവർ പറഞ്ഞു. ജനിപ്പിച്ച തന്തയെക്കാളും പെറ്റ വളർത്തിയ തള്ളയെക്കാളും അവൾക്ക് വലുത് എവിടെയോ കിടക്കുന്ന ഒരുത്തനാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിനക്ക് മനസ്സിലായതല്ലേ? എന്നിട്ടും നീ എന്ത് വിശ്വസിച്ചാ അവളെ ഇപ്പോഴും ഒറ്റയ്ക്കൊരു മുറിയിൽ കിടത്തിയത്? അയാളുടെ രോഷം പൂണ്ടു. നമുക്ക് അവളെ കാണണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്ക്. സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയ നിമിഷം തന്നെ ഞാനും അവളും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇപ്പൊ ഒരു പുതിയ പേരും കൂടി ചാർത്തി തന്നിട്ടാണല്ലോ പോയിരിക്കുന്നത്. കൊലപാതകിയുടെ അച്ഛൻ. നല്ല പേര്. ഇനി അവളുടെ കാര്യം പറഞ്ഞ് ആരും എന്നെ വിളിക്കണ്ട. അത്രയും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയിരുന്നു. സർവം തകർന്നതുപോലെ സുഭദ്ര അവിടെയിരുന്നു. കിരണിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഉള്ളിലെങ്കിലും ഒരു നേരിയ പ്രതീക്ഷ അനന്തുവിനുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ അകത്തൊരു കുറ്റവാളിയെ പോലെ മുഖം കുനിച്ചു നിൽക്കുന്നവളെ കണ്ട് അവന്റെ ഹൃദയമൊന്ന് പിടഞ്ഞു പോയിരുന്നു. ആരാ? ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു. എസ് ഐ ഒന്ന് കാണണമായിരുന്നു. തന്റെ ശബ്ദം കേട്ടിട്ട് പോലും ഒന്ന് തല ഉയർത്തി നോക്കാത്ത അവളെ കണ്ട് അവൻ അമ്പരപ്പാണ് തോന്നിയത്. പെട്ടെന്നാണ് എസ് ഐ അകത്തു നിന്നും ഇറങ്ങി വന്നത്. സാറിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താടോ കാര്യം? ഗൗരവത്തോടെ എസ് ഐ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ജാമ്യത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ വേണ്ടി വന്നതാണ്. അവന്റെ സംസാരം കേട്ട് എസ് ഐ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതെന്ത് കേസാണെന്ന് തനിക്കറിയോ? ജാമ്യമൊന്നും കിട്ടുന്ന വകുപ്പല്ല. മാത്രമല്ല പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ സാർ? ഒരുപാട് വലിയ ശിക്ഷ കിട്ടുമോ? അവൻ കരഞ്ഞു പോയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുഴുവൻ ആളുകളും ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി. ഒരു നിമിഷം അവളുടെ ഹൃദയവും ഒന്ന് പിടഞ്ഞു പോയിരുന്നു. ഇത്രത്തോളം അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. എന്താടോ ഇത്? എസ് ഐ ഒരു കോൺസ്റ്റബിളിന്റെ മുഖത്തേക്ക് നോക്കി. ഇരിക്കാനൊരു കസേര എടുക്ക്, എസ് ഐ പറഞ്ഞു. അതനുസരിച്ച് ഒരു പോലീസുകാരൻ അവനരികിൽ കസേരയുമായി വന്നു. അവൻ മറ്റൊരു ലോകത്താണെന്ന് കിരണിന് തോന്നി. അത്രത്തോളം പൊട്ടിക്കരയുകയാണ് അനന്തു. കിരൺ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ മറ്റൊരു ലോകത്താണെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. ഇയാളുടെ പേരെന്താ? അവന്റെ മുഖത്തേക്ക് നോക്കി എസ് ഐ ചോദിച്ചു. അനന്തു. മിസ്റ്റർ അനന്തു, ഇതല്പം ഗൗരവമേറിയ കേസാണ്. അത്ര പെട്ടെന്ന് ജാമ്യമൊന്നും കിട്ടുന്ന വകുപ്പല്ല. പിന്നെ ശിക്ഷയുടെ കാര്യം എനിക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. താൻ പറഞ്ഞതുപോലെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് നല്ലൊരു വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ച അയാൾ മിടുക്കനാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി അല്പം കുറഞ്ഞു കിട്ടും. അതും അത്ര വലിയ ചാൻസ് ഒന്നുമില്ല. പിന്നെ വാദിഭാഗത്തിനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അയാൾ സമാധാനത്തോടെ പറഞ്ഞു. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ഇവളെ രക്ഷിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതാണ്. എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. എന്നോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചിറങ്ങി വന്നവളെ ജയിലിലേക്ക് പറഞ്ഞയക്കേണ്ട അവസ്ഥയാണിപ്പോൾ എനിക്കുള്ളത്. എസ് ഐ വല്ലാതെയായി. താൻ എന്ത് ചെയ്യുക? അവൻ്റെ തോളിൽ തട്ടി എസ് ഐ ചോദിച്ചു. ഞാൻ പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടാണോ താൻ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? അപ്പോൾ പിന്നെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ തനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊക്കെ നിയമം പഠിച്ചിട്ടുള്ളവരല്ലേ അനന്തു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അയാളുടെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കാരമുള്ളു പോലെയാണ് പതിച്ചത്. ഒരു നിമിഷം അവളും ഒന്ന് ഭയപ്പെട്ടു പോയിരുന്നു. അവൻ വികാരഭരീതനായി നിൽക്കുകയാണ്. അവൻ ഈ നിമിഷം മറ്റെന്തെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു അവളെ ഒരു നിമിഷം മൂടിയിരുന്നത്. അതെ സാർ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുതന്നെയാണ് എൻ്റെയും വിഷമം. അനന്തു, ഒരു താക്കീത് പോലെ കിരൺ വിളിച്ചു. അപ്പോഴാണ് അവന് സ്വബോധം കൈവന്നത്. താൻ സമാധാനപ്പെടടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു വക്കീലുണ്ടെങ്കിൽ പുഷ്പം പോലെ കേസ് ജയിക്കാം. ഒന്ന് കുട്ടിയുടെ പ്രായം, രണ്ടാമത് കുട്ടിക്ക് നേരെ ഉണ്ടായ റേപ്പ് അറ്റംപ്റ്റ്. ഇത് രണ്ടും നിങ്ങളുടെ ഭാഗത്തെ ന്യായം തന്നെയാണ്. പിന്നെ തൻ്റെ അമ്മയും താനും തൻ്റെ കുടുംബമൊക്കെ ഈ കുട്ടിയുടെ കൂടെ നിൽക്കുമെങ്കിൽ കുട്ടിക്ക് പരമാവധി ശിക്ഷയൊന്നും കിട്ടില്ല. വിഷമിക്കാതിരിക്കെ, കുറച്ച് കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് റിമാൻഡ്. പിന്നെ തെളിവെടുപ്പ് കഴിഞ്ഞ് കോടതി കേസ് പരിഗണിക്കും. അയാൾ അവനെ സമാധാനിപ്പിച്ചു. അവളെ ഉപദ്രവിക്കൂ സർ. അവൻ കരഞ്ഞുപോയി. താൻ എന്താണോ ഈ പറയുന്നേ? പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ പോലീസ്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. റിമാൻഡിലിരിക്കുന്ന ഒരു പ്രതിയെ ഒന്നും ചെയ്യാനുള്ള അവകാശം പോലീസിനില്ല. മാത്രമല്ല, നമ്മൾ എപ്പോഴാണ് ഒരു പ്രതിയെ ഉപദ്രവിക്കുന്നത്? അവർ കുറ്റം സമ്മതിക്കാതെ വരുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ആ കുട്ടി ആദ്യം മുതൽ തന്നെ ഓരോ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. താൻ പോയി ഒരു നല്ല അഡ്വക്കേറ്റിനെ കാണാൻ നോക്ക്. എന്നിട്ട് തൻ്റെ പെണ്ണിനെ രക്ഷിക്ക്. എസ് ഐയുടെ വാക്കുകൾ വലിയ സമാധാനം അവനിൽ നിറച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ സർ, ഒറ്റയ്ക്ക്? അവൻ്റെ അപേക്ഷ അയാൾക്ക് നിരസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവൻ. 5 മിനിറ്റ്, അതിൽ തീരണം. കാരണം അങ്ങനെയൊരു നിയമമില്ല. തനിക്കറിയാലോ, എൻ്റെ സ്വന്തം റിസ്കിലാണ്, അയാൾ പറഞ്ഞു. അവന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്ന് മാറിക്കൊടുക്കുക, അവരൊന്ന് സംസാരിക്കട്ടെ. എസ് ഐ പറഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് അപ്പുറത്തേക്ക് മാറി തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരായി. കിരണും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു സെല്ലിൻ്റെ അരികിലായി മുഖം കുനിച്ച് നിൽക്കുന്നവളുടെ അരികിലേക്ക് ചെന്ന് എന്ത് സംസാരിക്കണമെന്ന് ആ നിമിഷം അവൻ അറിയുമായിരുന്നില്ല. ദിവ്യ. ഇടറിയ ശബ്ദത്തോടെ അവൻ വിളിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. ആ നോട്ടം മാത്രം മതിയായിരുന്നു അവനെ അശക്തനാക്കാൻ. ഞാൻ നിന്നെ എങ്ങനെയും രക്ഷിക്കും. അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്നെ ശപിക്കല്ലേ മോളെ. എന്നെ സ്നേഹിച്ചു പോയ തെറ്റിന് നീ ഒരുപാട് അനുഭവിച്ചു. അവൻ അവളുടെ കാലിൽ വീഴാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അകന്നു മാറി. അനുവേട്ട, എന്താ ഞാൻ കാണിക്കുന്നത്? അനുവേട്ടൻ വിഷമിക്കരുത്. എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത്. അനുവേട്ടനെ കാണുമ്പോൾ എനിക്ക് അനുവേട്ടനൊപ്പം വരാൻ തോന്നും. പിന്നെ എനിക്ക് സങ്കടം വരും. എൻ്റെ അരികിൽ ഇനി പോലീസായി അല്ലാതെ വരരുത്. അപേക്ഷയാണ്. ചെല്ല്. അവൻ്റെ ചുവന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായിട്ട് ഒഴുകിയത് അവൾ കണ്ടു. അവളുടെ നെഞ്ചാണ് ആ നിമിഷം പിടഞ്ഞത്. തുടരും. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തു കേട്ടോ, വലിയ ട്വിസ്റ്റായി പോയി എന്ന്. വലിയ സന്തോഷം തോന്നി കേട്ടോ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.